വർഷം 2013. ആ വർഷം സൂര്യ ഫാൻസിനെ സംബന്ധിച്ചും സൂര്യയെ സംബന്ധിച്ചും മറക്കാൻ മുടിയാത്ത വർഷം എന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം അന്നാണ് അവർ ലാസ്റ്റ് ആയിട്ട് തിയേറ്ററിക്കലി ബ്ലോക്ക് ബസ്റ്റർ കണ്ടത്. തിയേറ്റർ മൊത്തം സെലിബ്രേഷൻസ് ആക്കി മാറ്റിയത്, റിലീസ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും ഓളം ഉണ്ടാക്കിയത്, ഇതൊക്കെ അവസാനമായി നടന്നത് 2013 റിലീസായ സിംഗം 2 എന്ന പടത്തിലൂടെയാണ്. അതിനുശേഷം നീണ്ട കുറേ വർഷങ്ങളായി, കൃത്യമായിട്ട് പറയണമെങ്കിൽ 13 വർഷമായിട്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സൂര്യ എന്ന് പറയുന്ന ആക്ടറിനോ സൂര്യ ഫാൻസിനോ സാധിച്ചിട്ടില്ല. ഗംഭീര തിരിച്ചുവരവാകുമെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമായിരുന്ന 2 പടങ്ങൾ കൊണ്ടുപോയി OTTക്ക് കൊടുത്ത് അണ്ണൻ സേഫായി അണ്ണൻ്റെ പാടും നോക്കി പോയി. കാര്യം അണ്ണൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അപ്പോൾ അതുകൊണ്ട് അണ്ണൻ തന്നെയാണ് കൊടുത്തത്. സുറേ പൊട്രു ജയ് ഭീം. പക്ഷേ അതിനുശേഷം വിക്രം എന്ന് പറയുന്ന സിനിമയിലൂടെ പുള്ളി ഒരു ഗംഭീര തിയേറ്ററിക്കൽ മൊമെൻറ്റ് നമുക്ക് തന്നു. പിന്നെ അങ്ങോട്ട് തകർക്കും എന്നൊക്കെയാണ് ഫാൻസ് കിടന്ന് വീരവാദം അടിച്ചത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എതിർക്കും ദുരന്തവും വന്നു, കങ്കുവ വന്നു, റെട്രോ വന്നു, എല്ലാം വന്നു. സൂപ്പർ ഹിറ്റ് ആകുമെന്ന് വിചാരിച്ച് സൂപ്പർ ഹിറ്റ് പോയിട്ട് ഒന്നും സംഭവിക്കാതെ പോയി. പക്ഷെ ഇനി അണ്ണൻ ഒരു ഗംഭീര തിരിച്ചുവരവ്. ഇത് വിറപ്പിക്കും എന്ന് പറഞ്ഞാൽ ചുമ്മാ തകർക്കും, തിമിർക്കും, കിടുക്കും. അല്ലേ വേണ്ട, ഞാൻ ഇതൊക്കെ ഇതിനു മുമ്പ് റെട്രോയും കങ്കുവും റിലീസായപ്പോൾ പറഞ്ഞത്. എൻ്റെ ആ വീഡിയോയിലെ സെയിം ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നു. നമുക്കൊരു വെറൈറ്റി പിടിക്കാം. ഒരു അതിരടി ഇമോഷണൽ ക്ലാസിക്കൽ കംബാക്ക് ലോഡിംഗ് ആണ് മക്കളെ. ഒന്നല്ല, മൂന്നെണ്ണം വരുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള പടമാണ് ആദ്യം റിലീസാകുന്നത്. കാര്യം തമിഴിലൊരു പ്രത്യേകതയുണ്ട്. ഈ തമിഴ് നടന്മാർ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫ്ലോപ്പിലൂടെയും ഡിസാസ്റ്ററിലൂടെയും പൊയ്ക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇവർ പോയി ഈ സാധനം അങ്ങ് എടുക്കും. ഇത് എടുത്തു കഴിഞ്ഞോണ്ടല്ല പിന്നെ ഒരു പവറാണ്. തമിഴിലെ റൂറൽ ഓഡിയൻസിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നായകൻ ഇത് കയ്യിൽ പിടിക്കണം. അങ്ങനെ സൂര്യ എണ്ണം വീണ്ടും പിടിക്കാൻ പോയാണ്. എതിർക്കും തുണ്ടമില്ലൊന്ന് പിടിച്ചു നോക്കി, പക്ഷെ നടന്നില്ല. ഇത്തവണ പിടിക്കാൻ പോകുന്നത് വേറെ അരിവാളാണ്. ഇത് പിടിച്ച് കറുപ്പ് സാമിനെ കുമ്പിട്ടൊരു വരവുണ്ട്. പടത്തിൻ്റെ പേര് കറുപ്പ്. ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണ്? നമ്മുടെ RJ ബാലാജിയാണ്. അതാണ് ഈ പടത്തിൻ്റെ പുറമേ ഞാൻ വച്ചേക്കുന്ന ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. കാര്യം പുള്ളിയുടെ ഇതിനു മുമ്പ് പുള്ളി ഡയറക്റ്റ് ചെയ്ത 2 സിനിമകൾ, മൂക്കുത്തി അമ്മൻ നമ്മൾ കണ്ടത് OTT ടൈമിലാണ്. അതെനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിൽ ഡയറക്റ്റ് റിലീസായിരുന്നു തോന്നുന്നു, തിയേറ്ററിൽ റിലീസ് ഇല്ലായിരുന്നു. ഒരു ഗംഭീര പടമാണ്, നൈസ് ഫീൽ ഗുഡ് പടം. അതിൻ്റെ സെക്കൻഡ് പാർട്ടും വൻ ബഡ്ജറ്റിൽ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത് റിലീസ് ചെയ്തത് വീട്ടിലെ വിശേഷം എന്ന് പറയുന്ന ബദായ് ഹോ എന്ന് പറയുന്ന ഹിന്ദി സിനിമയുടെ റീമേക്കാണ്. അത് റീമേക്ക് ആണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ട് പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീട്ടിലെ വിശേഷം എന്ന് പറയുന്ന സിനിമ കണ്ടു നോക്കണം. ഒരു കിഡിലൻ ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈനറാണ്. നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ ബോറടിപ്പിക്കാതെ പടം 2 ചെയ്ത വ്യക്തിയാണ് RJ ബാലാജി. പുള്ളിക്ക് പണി അറിയാമെന്ന് പുള്ളി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാസ് സിനിമയിലേക്ക് വരാൻ നേരത്ത് ആ പണി വെച്ച് അങ്ങോട്ട് ഏക്കത്തില്ല. വന്ന് പണിത് കഴിഞ്ഞാൽ മാസ് ഓക്കെ ആക്കാൻ ബാലാജിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കറുപ്പ് എന്ന് പറയുന്ന സിനിമ സൂര്യക്ക് നല്ല രീതിയിൽ, സൂര്യ ഫാൻസിനും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പക്ഷേ ഇവർ പ്രതീക്ഷ വച്ചേക്കുന്ന വേറൊരു പടത്തിൻ്റെ പുറത്താണ്. അത് നമ്മൾ അതിലേക്ക് വരാം. ഇനി രണ്ടാമത്തെ പടം. ഈ രണ്ടാമത്തെ പടം എന്ന് പറയുന്നത് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ് ഇപ്പം ഒരു ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കൊക്കെ ഇറങ്ങി കുറേ ട്രോളുകളും കാര്യങ്ങളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ ട്രോളുന്ന ആളുകൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ പേരും ആ പേരൊന്ന് അടിച്ചു നോക്കി അങ്ങേരുടെ പ്രീവിയസ് വർക്കുകൾ എടുത്ത് നോക്കണം. അതിനുശേഷം ട്രോളാൻ നിൽക്കണം. സൂര്യ ഹേറ്റേഴ്സിനോടാണ്. കാര്യം വെങ്കി അൾട്ടൂരിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി ഇതിനു മുമ്പ് റീസെൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്തേക്കുന്ന 2 സിനിമകളും 100 കോടി ക്ലബ്ബിൽ കയറിയതാണ്. ഒന്ന് ധനുഷിനെ വെച്ച് വാത്തി സാർ എന്ന് പറഞ്ഞ് ബൈലിംഗിൽ 2 ഭാഷയിൽ ഒരേ സമയം റിലീസായ പടം. അതിനുശേഷം വന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ DQൻ്റെ കരിയറിലെ ഫസ്റ്റ് 100 കോടി പടം, അതും തെലുങ്കിൽ പോയി അടിച്ചത്, ലക്കി ഭാസ്കർ. നെറ്റ്ഫ്ലിക്സിലൊക്കെ ലക്കി ഭാസ്കർ തരംഗമായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സൗത്തിൽ ആ വർഷം ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സിൽ വ്യൂസ് കിട്ടിയത് അത് ലക്കി ഭാസ്കറിനാണ്. അപ്പോൾ അമ്മാതിരി പടം എടുത്തൊരു ഡയറക്ടറിൻ്റെ പടമാണ് വരാൻ പോകുന്നത്. സോ ട്രോളുന്നവർ ഒന്ന് കരുതിയിരുന്നു. കാര്യം സൂര്യണ്ണൻ മാൻഡ്രേക്കാണ് ഇതിനു മുമ്പ് ഉള്ള മാസ് ഡയറക്ടേഴ്സിനെയും ബ്രാൻഡ് ഡയറക്ടേഴ്സിനെയൊക്കെയാണ് അണ്ണൻ കട്ടപ്പുറത്ത് കയറ്റിയേക്കുന്നത്. പക്ഷേ ഈ പടം ഫീൽ ഗുഡാണ്, സൂര്യണ്ണൻ്റെ സോണാണ്. അണ്ണൻ അല്ലെങ്കിൽ ഈ പല്ല് കടിച്ച് പിടിച്ച് കണ്ണ് ചുമപ്പിച്ച് മാസ് കാണിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം അണ്ണൻ്റെ മാസ് നമ്മൾ എൻജോയ് ചെയ്യാറില്ല, ഞാൻ എൻജോയ് ചെയ്യാറില്ല, ഫാൻസ് എൻജോയ് ചെയ്യുമായിരിക്കും. എനിക്ക് അജിത്ത്, നമ്മുടെ വിജയ്, തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഇവരുടെയൊക്കെ മാസത്തെ നമുക്ക് പറ്റത്തുള്ളൂ. സൂര്യയൊക്കെ സംബന്ധിച്ച് സൂര്യക്ക് ഒരു ക്ലാസ് ആക്ടറാണ്. ആ ക്ലാസ് പിടിച്ചു കഴിഞ്ഞാൽ സൂര്യയ്ക്ക് ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്താൻ പറ്റുമെന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. നടക്കട്ടെ അല്ലേ? അപ്പം ആ പടം നല്ല പ്രതീക്ഷ വെക്കാവുന്ന പടമാണ്.
തള്ളിക്കളയണ്ട, ഫാൻസിനോടാണ് തള്ളിക്കളയണ്ട, നല്ല പ്രതീക്ഷ വെച്ചോ, ഒരു ഫീൽ ഗുഡ് പടം തന്നെ കിട്ടും, പരിപാടി തന്നെ നടക്കും. ഇനി മൂന്നാമത്തെ കൊമ്പൻ, ഇതാണ് കൂട്ടത്തിലെ കൊമ്പൻ. ഫാൻസ് എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി എന്ന് പറയാൻ നേരത്ത് ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തൊട്ട് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഇങ്ങനെ ലീക്കായി, അതൊക്കെ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് ഇവന്മാർ മൊത്തം ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് കൊണ്ട് നിറച്ചേക്കാണ്. അണ്ണം പോലീസ് ലുക്കിൽ വരാൻ പോകുന്നു, തകർക്കാൻ പോകുന്നു. അപ്പം അതൊക്കെ കാണാൻ നേരത്ത് ഒരു തിരിച്ചുവരവ് കംബാക്ക് മണക്കുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ഡയറക്ടർ ആരാണ്? ജിത്തു മാധവനാണ്. ജിത്തു മാധവൻ സൂര്യ കോംബോയിൽ വരാൻ പോകുന്നൊരു പടമാണ് ജിത്തു മാധവൻ. രോമാഞ്ചം, ആവേശം. നമ്മുടെ മലയാളം ഡയറക്ടറാണ്. മലയാളം ഡയറക്ടർ പോയി സൂര്യ അണ്ണന് തമിഴിലൊരു കംബാക്ക് കൊടുക്കാൻ എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ആവേശത്തിൽ ഭഗതിനെ പ്രസൻറ്റ് ചെയ്തത് കണ്ട് നമ്മൾ മലയാളികളല്ല, സൗത്ത് ഇന്ത്യ മൊത്തം ഒന്ന് കിടുങ്ങിയതാണ്. നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് പോലും ആവേശം എന്ന് പറയുന്ന പടം ഇപ്പോഴും ഒരു വികാരമാണ്. കാര്യം അവരുടെ റിയാക്ഷൻ ചാനൽസ് എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പടം ചെയ്ത ഡയറക്ടറിൻ്റെ അടുത്ത പടം വൻ പ്രതീക്ഷയാണ്. സൂര്യയായിട്ട് ഒന്നിക്കുന്നു. സൂര്യയ്ക്ക് പണി അറിയാൻ നമുക്കറിയാവുന്നതാണ്. പണി അറിയാം എന്നുണ്ടായിട്ടും ഇത്രയും നാളൊരു മോശം അവസ്ഥയിലൂടെ പുള്ളി കടന്നു പോയി. അത് പുള്ളിനെ പണിത ഡയറക്ടേഴ്സിൻ്റെ കുഴപ്പമല്ല, പുള്ളിയുടെ കുഴപ്പമല്ല. ഒരു ടൈം, ഒരു കാലം, ആ കാലം ഇങ്ങനെ കറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അങ്ങേരുടെ ടൈമായിരിക്കും. ജിത്തു മാധവൻ എന്തായാലും പുള്ളിനെ കൈ കിട്ടിയ സ്ഥിതിക്ക് പെട്ടയ്ക്കും. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് പടമാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ നമ്മൾ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രമാണ് ഇടുന്നത്. സോ സപ്പോർട്ട് ചെയ്ത് കൂടിക്കോണം. പിന്നെ സൂര്യ അണ്ണൻ ഇത്തവണ ഈ മൂന്നിൽ ഒരെണ്ണത്തിൽ അങ്ങേര് തിരിച്ചു വന്നിരിക്കും, ഒരു സംശയവും വേണ്ട. ബൈ ബൈ.